friends, welcome to my YouTube channel Little Master and Family. I am Amal Sobin. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്രീ എനർജി ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഇതുപോലത്തെ കുറേ വീഡിയോസ് കാണാം. എന്നാൽ ഒരു വീഡിയോയിലും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കാണിച്ചു തരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നും എന്താണ് അതിൻ്റെ തിയറി എന്നും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഫ്രീ എനർജി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ആവശ്യമായ മെറ്റീരിയൽ നമ്മുടെ മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ് നമുക്ക് എങ്ങനത്തെ മാഗ്നറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് കുറച്ച് ഇങ്ങനെ റൗണ്ട് ആയ ടൈപ്പ് മാഗ്നറ്റ് വേണം. പിന്നെ വല്ല യൂസ്ഡ് ആയ സ്പീക്കറിനൊക്കെ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് റൗണ്ട് മാഗ്നറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കോപ്പർ വയറാണ്. കോപ്പർ വയറിൻ്റെ തിക്നെസ് നമ്മൾ അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. നിങ്ങളുടെ അവൈലബിൾ ആയ ടൈപ്പ് തിക്നെസ് ഉള്ള കോപ്പർ വയർ തന്നെ നമുക്ക് മതി. പിന്നെ നമുക്ക് വേണ്ടത് ചാർജിങ് കേബിളാണ്. നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കേബിള്. പിന്നെ നമ്മളൊരു ചാർജർ, സാധാ മൊബൈൽ ചാർജർ. ഇനി നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ കോപ്പർ വയർ ഈ മാഗ്നറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ കോപ്പർ കമ്പി നിവർത്തിയെടുക്കണം. ഞാനിപ്പോൾ എൻ്റെ കോപ്പർ കമ്പി ഫുള്ള് നിവർത്തി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ കോപ്പർ കമ്പി 2 ലെയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മാഗ്നറ്റിലേക്ക് നമ്മുടെ കോപ്പർ കമ്പി ബൈൻഡ് ചെയ്യാം. പക്ഷേ ബൈൻഡ് ചെയ്തതിനെക്കാട്ടും മുമ്പ് ഏറ്റവും ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ കോപ്പർ കമ്പീൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കുറച്ച് ഇതുപോലെ ബാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്ലഗിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ബാക്കി വെക്കണം, നമ്മൾ കുറച്ച് ഈ സൈസിൽ. ഇനി നമുക്ക് ബൈൻഡ് ചെയ്യാം. കുറച്ച് നേരം എടുത്തേ ബൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പതുക്കെ ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ കോപ്പർ കമ്പി ഫുള്ള് വൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിന്റെ ബാക്കി വരുന്നത് 2 എണ്ണം കുറച്ച് ലെങ്ത് കൂട്ടിയിട്ട് ഞാനിവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റാർട്ടിങ് വേണ്ടിയും. ഇനി നമുക്ക് ഇതിന് എങ്ങനെയാണ് ഫ്രീ എനർജി കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്ലഗ് എടുക്കണം. പ്ലഗ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മൈക്രോ USB കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാഗ്നറ്റിലെ കോപ്പർ വൈൻഡ് വെച്ചിരിക്കുന്ന കോപ്പർ കമ്പി പ്ലഗിൽ 2 ഇതിലേക്ക് നമുക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാണാം ഫ്രണ്ട്സ്, ഞാനിവിടെ ഇത് നമ്മുടെ ഇതിൽ നിന്ന് വരുന്ന ബൈൻഡ് വെച്ചിരുന്ന കോപ്പർ കമ്പി ഞാൻ നമ്മുടെ ചാർജ് പ്ലഗിലേക്ക് ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഒരു മൊബൈൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഞാൻ ഫ്രീ എനർജി എടുക്കുന്നതിന്. ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന പോലെ ഇത് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഞാൻ ഫ്രീ എനർജി ഉണ്ടാക്കിയതെന്ന്. ഇനിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ശരിക്കും ഫ്രീ എനർജി ഉണ്ടാക്കിയത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എക്സ്പെരിമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്ന പ്ലഗ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ഈ പ്ലഗ് ഫ്രീ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്തതെന്ന്. ഇനി ഞാൻ ഈ ചാർജർ ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് ഞാനൊന്ന് പതുക്കെ ഒരു ചെറിയ നൈഫ് വെച്ചിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ശരിക്കും ഫ്രീ എനർജി ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾ ഫ്രീ എനർജി ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇലക്ട്രിസിറ്റി എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനെക്കാട്ടും ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.